ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവനച്ഛനെ പോലെയിരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. ആദ്യത്തെ കുട്ടിയാണായാലും പെണ്ണായാലും ഒന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ രണ്ടാമതും മൂന്നാമതും കുട്ടികൾ വരുമ്പോൾ നമ്മൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒത്തിരി ആഗ്രഹിക്കും ആദ്യം ഉണ്ടായ കുട്ടീൻ്റെ നേരെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കണേന്ന്. ഞങ്ങളങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ആൺകുട്ടിയായിരുന്നു. പിന്നീട് 6 വർഷത്തിന് ശേഷം വീണ്ടും ഒരു വാവ വരാമെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആയിരിക്കണേ എന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. സയൻറ്റിഫിക്കലി പ്രൂവണൊന്നും അല്ലെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആദ്യത്തെ മോനായതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ആളുകൾ പറയേണ്ടത് പോലെ പെൺകുട്ടിയാണെങ്കിൽ അമ്മയെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ആൺകുട്ടിയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഡള്ളാവും എന്ന് പറയും. എൻ്റെ കാര്യത്തിൽ വളരെ ശരിയായിരുന്നു. ആദ്യത്തേതിൽ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു, ലിപ്സൊക്കെ കുറച്ച് വലുതായി, കാണാൻ പൊതുവെ ഒരു ഭംഗി കുറവ് തന്നെയായിരുന്നു. രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോഴും ഒരു മാറ്റമില്ല. അത് തന്നെ തോന്നി വീണ്ടും ഇത് തന്നെ ആയിരിക്കാം കുഞ്ഞെന്ന്. രണ്ടാമതുണ്ടായ ഒരു സിംറ്റംസാണ് ആദ്യത്തെ പ്രസവത്തിൽ എനിക്ക് ഫസ്റ്റ് ടു എൻഡ് വരെ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അതേ വൊമിറ്റിംഗ് അങ്ങനെ തന്നെ എനിക്ക് സെക്കൻഡിലും വന്നു. പിന്നെ പറയണ ഒരു കാര്യമാണല്ലോ, നമ്മുടെ വയറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് നോക്കിയിട്ട് പറയും. പെൺകുട്ടിയാണെങ്കിലും മേൽ വയറായിരിക്കും, ആൺകുട്ടികളാണെങ്കിൽ താഴെ കുറച്ചുകൂടെ വലിയ വയറായിരിക്കും എന്ന് പറയും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അതും കറക്റ്റായി. ആദ്യത്തേനും അതെ, രണ്ടാമത്തേതിനും അതെ. വലിയ വയറിൻ്റെ അല്ല, വയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് താഴെ ഭാഗത്താണ്, മേൽവയറായിരുന്നില്ല. നമ്മുടെ വയറിലുണ്ടാകുന്നൊരു വര അതിങ്ങനെ മേലെ മുതൽ താഴെ വരെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു നേരെ ഒരു വരയുണ്ടെങ്കിൽ ആൺകുട്ടിയായിരിക്കുമെന്നും, നേരെ നടുക്കുന്ന സെൻറ്റർ പോർഷനിന് താഴേക്ക് മാത്രമേ വരയുള്ളെങ്കിൽ പെൺകുട്ടിയായിരിക്കുമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ സ്കാനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളൊരു 3-4 പെൺകുട്ടികൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എല്ലാം വയറിൻ്റെ സെൻറ്ററിന് താഴേക്ക് മാത്രം വരയും, എനിക്ക് മാത്രം ഓപ്പോസിറ്റായിട്ട് നേരെ മേലെ മുതൽ താഴെ വരെ ഇങ്ങനെ ഒരു വരയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നമുക്ക് നോക്കാം എന്തായാലും ബേബി വന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവുക, നിങ്ങളുടെ പെൺകുട്ടിയായിരിക്കും എൻ്റെ ആൺകുട്ടിയായിരിക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അവർക്കൊക്കെ പെൺകുട്ടികളായിരുന്നു. അങ്ങനെ എൻ്റെ ഞങ്ങൾ C-സെക്ഷൻ കഴിഞ്ഞ് ബേബീനെ എടുത്തപ്പോൾ എനിക്ക് ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു തനിക്ക് അറിയാമായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു, ഏകദേശം ബേബി ബോയ് ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൂവണല്ല, സയൻറ്റിഫിക്കലല്ല, പണ്ട് മുതലേ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. കുറേയൊക്കെ ശരിയല്ല, കുറേയൊക്കെ തെറ്റാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നു.